ഇതിലൊരു ഉമ്മയുടെ സംശയമാണ് അടുത്ത് വന്നിട്ടുള്ളത്. മകന് 20 വയസ്സുണ്ട്. മോൻ ചെറുപ്പം മുതൽ തന്നെ ഉമ്മയുടെ ഒരു പ്രത്യേക നിർദ്ദേശമൊന്നുമില്ലാതെ തന്നെ രാത്രി നിസ്കാരമടക്കം തഹജ്ജുദ് അടക്കം നിസ്കരിച്ചിരുന്നു. ഇത് അങ്ങനെ കുറേ കാലം നിലനിന്നു പോയി. പക്ഷേ ഇപ്പോൾ ഒരു ഡിഗ്രി പ്രായത്തിലെത്തിയപ്പോൾ സുബഹിക്ക് പള്ളിയിൽ പോകാൻ പോലും മടി ഉള്ള സാഹചര്യമുണ്ട്. വിളിച്ചാൽ ചില ദിവസം പോവും, ചില ദിവസം വിളിച്ചാലും പോവില്ല. കാരണം ചോദിച്ചാൽ മറുപടി ഒന്നും പറയില്ല. പിന്നെ കുറച്ച് ദിവസം ഉമ്മയോടും ഉപ്പയോടൊക്കെ മകൻ മിണ്ടാതെ നടക്കുക, ഓപ്പണായി സംസാരിക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ എന്നോട് നിസ്കാരത്തിനെ പറ്റി പറയൊന്നും വേണ്ട, ഞാൻ കറക്റ്റ് സമയത്ത് ചെയ്തോളാം എന്ന് മകൻ പറയുക. എന്നാൽ പിന്നെയും അത് എഴുന്നേൽക്കാത്ത സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ ഇവരുടെ സംശയം എൻ്റെ മകൻ എന്തായിരിക്കും ഇങ്ങനെ പെരുമാറുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ അവനോട് ശരിക്കും മിണ്ടിയിട്ട് തന്നെ കുറച്ച് ദിവസമായി. എന്താണ് അവനക്ക് സംഭവിച്ചത്? ഞങ്ങളാകെ വിഷമത്തിലാണ്, എന്താണ് ഇതിനൊരു പരിഹാരം എന്ന്. നമ്മൾക്ക് എന്താ വെച്ചാൽ ഇത് എന്താണ് ഇവന് സംഭവിച്ചത് എന്നുള്ളത് എന്ത് ചെയ്യണം, അവനിതിലൊരു പ്രയാസവും പ്രതിസന്ധിയും അവൻ്റെതായ നിലക്കുണ്ടാകും. ഇപ്പോൾ വാപ്പക്കും ഉമ്മക്കുള്ളതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ട് വളരെ നല്ല നിലക്ക് മാതാപിതാക്കളോടൊപ്പം കഴിഞ്ഞിരുന്ന ഒരാളിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുമ്പോൾ അയാൾക്കുണ്ടാവും. അങ്ങനെ അയാളൊരു പ്രയാസത്തിൽപ്പെട്ട് ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം എന്ന ഒരു മാനസികാവസ്ഥ അയാൾക്കുണ്ടാവുക. അല്ലെങ്കിൽ എന്താണ്, മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ എൻ്റെ വാപ്പനും മുന്നേ ഇടങ്ങാറാക്കാൻ പറ്റില്ല എന്നുള്ളൊരു മാനസാന്തരം. ഇങ്ങനെ ഏതെങ്കിലും ഒരു നിലക്ക് അവൻ്റെ മനസ്സൊന്ന് തുറക്കാൻ അവൻ തയ്യാറായാൽ അവൻ്റെ പ്രശ്നം നമുക്ക് മനസ്സിലാവും. അവൻ്റെ പ്രശ്നം അവൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമ്പോഴാണ് അവൻ പഴയ ആളാവുക. അപ്പോൾ എന്താണ് ഇപ്പോൾ അത് പ്രശ്നം? നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യത്തിന് പറയാൻ പറ്റില്ല. സാധാരണഗതിയിൽ നമ്മുടെ പരിചയത്തിൽ നമ്മൾ മനസ്സിലാകുന്നത്, നമ്മൾക്കൊരു മനസ്സാക്ഷി ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ അവരൊരു ചീത്ത സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്തു, ആ പാരൻസ് കൊടുത്ത മതചിട്ടകൾ അവൻ പാലിച്ചു. എന്നാൽ ഏതോ ഒരിടക്കാലത്ത് അവൻ എന്തുണ്ടായി, എന്തോ വേണ്ടാത്തരങ്ങൾ അവൻ കുടുങ്ങിപ്പോയി. ഒരു അവിഹിത ബന്ധമാവാം, അതല്ലെങ്കിൽ എന്താവാം, ഒരു പോൺ സൈറ്റുകൾ അശ്ലീലങ്ങൾ കാണലാവാം, അതല്ലെങ്കിൽ വേറെന്തുമാവാം. എന്തെങ്കിലും ഒരു തിന്മ അവൻ്റെ ജീവിതത്തിൽ കടന്നു കൂടിയാൽ പിന്നെ അവൻ്റെ മനസ്സാക്ഷി അവനോട് പറയും, ഇതൊക്കെ ചെയ്യണം, നീ എന്തിനാണ് നിസ്കരിക്കണം. അപ്പോൾ സ്വാഭാവികമായി എന്തു ചെയ്യും, അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. ഒന്നില്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ച് നിസ്കാരത്തിലേക്ക് വരിക, അല്ലെങ്കിൽ നിസ്കാരം ഉപേക്ഷിച്ച് ഞാൻ ഇതിലേക്ക് വരിക. ഇത് രണ്ടും കൂടെ കൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കറിയാം, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കരിക്കുന്നുണ്ടോ ആ നിസ്കാരം എന്ത് ചെയ്യും, അത് ആത്മാർത്ഥമായി ചെയ്യണമെങ്കിൽ തിന്മകളെ തടയും. അപ്പോൾ തിന്മയുടെ ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് ഈ തിന്മയും നിസ്കാരവും ഒന്നിച്ച് കൊണ്ടുപോവുക സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മാനസികമായി ശാരീരികമായും അള്ളാഹുവിന് സമർപ്പിക്കുകയാണ് നിസ്കാരത്തിലൂടെ. നിസ്കാരം സമ്പൂർണ്ണമായൊരു സമർപ്പണമാണ്. ഈ സമർപ്പണം സാധ്യമാവണമെങ്കിൽ നമ്മൾ അള്ളാഹുവിന് സമർപ്പിച്ചവനായിരിക്കണം. ഞാൻ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവനാണ് എന്നൊരു ബോധം എൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ എനിക്കെങ്ങനെ സുജൂദ് ചെയ്യാൻ പറ്റും, എനിക്കെങ്ങനെ കൈകെട്ടി അള്ളാഹിന് മുമ്പിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ സത്യത്തിൽ എന്താണ്, ഒരു ഡൈവേർഷൻ, ഒരു വ്യതിയാനം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ആ ദീനീ ചിട്ടകളിൽ നിന്നും പുറത്തു പോകുന്നത്. അത് ചിലപ്പോൾ ലഹരിയാവും, എന്തോ ആവും. നമ്മളിപ്പോൾ ഇവൻ്റെത് എന്താണെന്ന് പറയാൻ നമുക്കിപ്പോൾ പറ്റില്ലല്ലോ. അത് കണ്ടുപിടിച്ച് അവനെ ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം. നേരെ മറിച്ച് ഈ ഒരു നിലപാടിൽ നിൽക്കുമ്പോൾ നമ്മൾ അവനെ സമ്മർദ്ദത്തിലാക്കി ബുദ്ധിമുട്ടിച്ച് ഇടങ്ങേറാക്കി അവനെ കൊണ്ട് നിസ്കരിപ്പിക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. അപ്പം പ്രകോപിതനാവുകയാണ് ചെയ്യുക, അവന് ദേഷ്യപ്പെടുകയാണ് ചെയ്യുക. നേരെ മറിച്ച് അവൻ ഒരിക്കലും അത് ചെയ്യൂല, അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറയുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം, അവനൊരു ചേഞ്ച് ഉണ്ടാക്കാൻ മാതാപിതാക്കൾ ഇപ്പോൾ അനുവർത്തിക്കുന്ന നയമൊന്ന് മാറ്റുക. അതായത് ഇപ്പോൾ അവർ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു മകൻ നിസ്കരിക്കാതിരിക്കുമ്പോൾ എന്തൊരു വേദന ഉണ്ടായിരിക്കും. അപ്പോൾ അവൻ നിസ്കരിക്കാത്തുള്ള വിഷമവും വേദനയും അവനോട് പ്രകടിപ്പിക്കണം. അവൻ നിസ്കരിക്കണം, എന്താണ് ഇങ്ങനെ, ഇത് ഭയങ്കര സങ്കടമുണ്ട്, നിസ്കാരമല്ലോ എന്തൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ വീട്ടിൽ വരുമ്പോൾ തന്നെ അവന് പ്രയാസമായിരിക്കും. അവൻ നിസ്കരിക്കാൻ ഉദ്ദേശിക്കണില്ല, പക്ഷെ നിസ്കാരത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ. അപ്പോൾ നമ്മളെന്താണെന്ന് വിചാരിച്ചാൽ, ഇത് നമ്മൾ പറഞ്ഞിട്ട് പ്രയോജനം ഇല്ലെങ്കിൽ നമ്മളെന്ത്, ഒരു മകൻ എന്ന നിലക്കുള്ള ആ ഒരു ബന്ധം, മോന് ഭക്ഷണം കഴിച്ചോ, മോൻ ഉറങ്ങിയോ, നീ എപ്പോഴാണ് വന്നത്, എന്താ പോയത് എന്നൊക്കെയുള്ള വളരെ എന്താണ് ആ ഒരു മകനോടുള്ള വാത്സല്യത്തോടു കൂടെയുള്ളൊരു പെരുമാറുക. എന്നിട്ട് ഇപ്പോഴത്തെ ഈ കാര്യങ്ങളും സംസാരങ്ങളും തൽക്കാലത്തേക്കൊന്നും എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. കാരണം അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താണ്, ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഉപദേശിക്കണ്ടേ, നിസ്കരിക്കാത്തവനെ വിളിക്കണ്ടേ എന്നൊക്കെ ഇപ്പോൾ ചോദിക്കും. ഞാൻ പറഞ്ഞ അത് ഇതുവരെ ചെയ്തല്ലോ, അത് ചെയ്തു നോക്കില്ല, ചെയ്തതിന് ഫലമില്ലെന്ന് മനസ്സിലാകുമ്പോഴാണല്ലോ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, സ്വാഭാവികമായും എന്ത് ചെയ്യും, ഇവൻ്റെ
ഈ നിസ്കാരം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതിലുള്ള സത്യസന്ധമായൊരു വികാരം അത് ഉമ്മൻ്റെയും വാപ്പൻ്റെയും മുഖത്ത് വരട്ടെ. ഒരു സങ്കടം, ഒരു വിഷമം, പിന്നെ ഇങ്ങനെ ആയിപ്പോയാലൊരു ദുഃഖം ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ തോന്നും എന്താണ് ഇപ്പോൾ പകമോ സംഭവിച്ചത്, എന്താ ഇപ്പോൾ നിങ്ങളോടൊന്നും പറയാത്തത് അവർ ചോദിക്കും. ആ ഒരു ചേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സ്നേഹപൂർവ്വം പറയുമ്പോൾ അവനത് കേൾക്കാൻ തയ്യാറാവും, ഒരു മാറ്റത്തിന് തയ്യാറാവും. അങ്ങനെ ഒരു ഗുണകാംശപരമായി സ്നേഹത്തിൽ നിൽക്കാന്നല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിട്ടും പ്രകോപിപ്പിച്ചിട്ടും യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഒരു നല്ല ഹിക്മത്തോടു കൂടെ അവനിൽ പെരുമാറിയാൽ ഒരു പക്ഷേ എന്ത് ചെയ്യും, മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.